കണ്ടില്ല സാർ, അവിടെ മുഴുവനും നോക്കി, ഇല്ല. രക്ഷപ്പെടുത്തിയല്ലേ? മിടുക്കി, മിടുമിടുക്കി. അരയ്ക്ക് താഴോട്ട് ശവമാണെങ്കിലും തലച്ചോർ ഒന്നാം തരം. അഭിനന്ദനങ്ങൾ അന്നമ്മ ഡാനിയൽ. ഡാനിയൽ, നീ ചെറുതായൊന്ന് മുട്ടൂത്തിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് കാലമായി മനസ്സിൽ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിക്കൊണ്ടുവന്ന നിരാശ, പക, രോഷം എല്ലാം കൂടി ചേർത്ത് എനിക്കെതിരെ പ്രയോഗിക്കാനൊരു അവസരം. അത് നീ സമർത്ഥമായി ഉപയോഗിച്ചു. ആദ്യം അവൾക്ക് മുമ്പിൽ എന്നെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം വിളമ്പി. പിന്നെ എന്നെ പറ്റിച്ച് സ്ഥലം വിട്ട അവൾക്ക് ഇവിടെ ഒരു ഒളിത്താവളം ഒരുക്കി കൊടുത്തു. ഇപ്പോ എന്റെ വരവ് മുൻകൂട്ടി മണത്തെറിഞ്ഞ് അവളെ തുറന്നു വിട്ടു. യു സേവ്ഡ് ഹർ. ആട്ടിൻകുട്ടിയെ ചെന്നായിൽ നിന്ന് രക്ഷിച്ച പുണ്യവതി. ഇതിന് ഞാൻ എന്തു പകരം ചെയ്യണം? പറയടി. ഫ്രെഡി, പടി അങ്ങോട്ട് വേഗം. വാങ്ങ. എന്തിനാ? ചോദ്യം വേണ്ട, വാങ്ങടി. ഇനി അന്നമ്മ ഒരു കത്ത് എഴുതാൻ പോകുന്നു. ആർക്കാണെന്നറിയാമോ? ഈ ലോകത്തിന്, അല്ലെങ്കിൽ സാക്ഷാൽ ദേവൻ തമ്പുരാന്. എഴുതിക്കോ. ഞാനൊരു ഭാഗ്യദോഷിയാണ്, ഒരു ജീവച്ഛവം. എഴുതടി. ഞാനൊരു ഭാഗ്യദോഷിയാണ്, ഒരു ജീവച്ഛവം. എന്നെ പ്രാണനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഭർത്താവിന്, എന്റെ ഡാനിയലച്ചായന് ദുഃഖം മാത്രം കൊടുത്തിട്ടുള്ള ശപിക്കപ്പെട്ട ജന്മം. എത്രയോ വർഷമായി ഒന്നിനും കൊള്ളാത്ത ഈ ശരീരം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ്. മറ്റാരാണെങ്കിലും എന്നേ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്യുമായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എന്റെ ഡാനിയലച്ചായൻ വേദനയെല്ലാം ഉള്ളിൽ ഒതുക്കി എന്നെ സ്നേഹിച്ചു, എന്നെ മാത്രം. എനിക്ക് മതിയായി. ഇനിയും അദ്ദേഹത്തിനൊരു ഭാരമായിരിക്കാൻ ഞാൻ ആശിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു. എഴുത്. ഈ ആത്മഹത്യയിൽ എന്റെ ഭർത്താവിന് യാതൊരു പങ്കുമില്ല.
അച്ചായ, അച്ചായൻ എന്നോട് ക്ഷമിക്കണേ. അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. മാപ്പ്, മാപ്പ്. സ്വന്തം അന്നമ്മ. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാ അല്ലേ? അതേലോ. എങ്ങനെ ചാകണം? നിനക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരു ഐഡിയ ഇല്ലേ? ഫാനിൽ കെട്ടി തൂക്കിയാൽ അര മുഴുവൻ കീഴ്പോട്ട് തളർന്ന നീ എങ്ങനെ സ്വയം തൂങ്ങിയെന്ന് ചോദ്യം വരും. കുക്കയിലോ പുഴയിലോ വീണ് ചത്താലും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെങ്ങനെയാ? ഒരു മർഡർ നടത്തുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതാണെങ്കിൽ ആത്മഹത്യയാണല്ലോ. അതുകൊണ്ട് സംശയം തോന്നാതിരിക്കാൻ ഏറ്റവും നല്ലത് സ്ലീപ്പിംഗ് പിൽസാ. ഫ്രെഡി അത് ഉടനെത്തിക്കും. നീ അത് സ്വയം വിഴുങ്ങുന്നു, സ്വയം മരിക്കുന്നു. സിമ്പിൾ ആൻഡ് കൺവിൻസിങ്. ആ വരുന്നു വരുന്നു. യമുനെ, താനെന്താ ഇവിടെ? എന്തുപറ്റി? പറയാം, ഡോറടയ്ക്ക്. എന്തുപറ്റി യമുനെ? അന്നാമ ചേട്ടയുടെ വീട്ടില് വീണ്ടും അയാൾ വന്നു. വിശാൽ. ആര്? ഡാനിയലോ? കൂടെ കുറെ ഗുണ്ടകളുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അയാൾ എന്നെ. റിലാക്സ്. കുടിക്ക. ഇനി പറ, എന്താ ഉണ്ടായേ? ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് അയാൾ വന്നു. ഞാൻ അയാളുടെ കണ്ണിപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി മതിൽ ചാടി രക്ഷപ്പെട്ടു. ഒരു കാര്യം വ്യക്തമാ വിശാൽ, ഞാൻ അവിടെ ഉണ്ടെന്ന് അയാൾ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് രക്ഷയില്ല. എവിടെ ഒളിച്ചാലും അയാൾ എന്നെ കണ്ടുപിടിക്കും, കൊല്ലും. എന്റെ മരണം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാ യമുനെ താനീ പറയുന്നത്? അതെ വിശാൽ, എന്റെ മരണം അടുത്തു കഴിഞ്ഞു. ഞാൻ ഇനി എങ്ങോട്ട് പോവും? താനിനി ഒരിടത്തും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടെ. പാടില്ല വിശാൽ. ഞാൻ കാരണം വിശാലിന്റെ ജീവനും അപകടത്തിലാവും. ഉറപ്പാ. ഏതെങ്കിലുമൊക്കെ അപകടത്തിന് മുമ്പിലാണ് ഇവനെ എല്ലാവരും. അതിൽ പുതുമയൊന്നുമില്ല, എനിക്ക് ഭയവുമില്ല. എന്റെ കൈയും കാലും വിറയ്ക്കുന്നു വിശാൽ. അയാള് ഡേഞ്ചറസ് ആണ് എന്ന് കരുതി നമുക്ക് ഭീരുക്കളാൻ പറ്റില്ലല്ലോ. എന്തായാലും യമുന അയാളുടെ കൈപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അയാൾ ഇവിടെയും വരാം. ലക്ഷ്യം യമുന മാത്രമായ സ്ഥിതിക്ക് എവിടെയും വരാം. പക്ഷേ ഈ രാത്രി ഇനി പുറത്തിറങ്ങുന്ന റിസ്കാ. നേരം വെളുക്കും വരെ ഇവിടെ കഴിഞ്ഞിട്ട് സേഫായ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറാം. വിശാൽ,
ഉം. അന്നാമ്മ ചേട്ടത്തിയുടെ കാര്യം ഓർക്കുമ്പോ എന്തിനും മടിക്കാത്തവനായാള്. ദൈവമേ, എന്നെ സഹായിച്ചതിന്റെ ദേഷ്യത്തില്. ഏയ്, അന്നാമ്മ ചേട്ടത്തേക്ക് ഒന്നും സംഭവിക്കരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരമ്മയേക്കാൾ സ്നേഹം അവരെനിക്ക് തന്നു. എനിക്ക് അഭയം തന്നു. എന്നിട്ട് ഒടുവിൽ അതിന് പകരം ആ പാവത്തിന് കിട്ടുന്നത്. അന്നാമ്മ ചേട്ടത്തിയുടെ അവസ്ഥയിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മൾ നിസ്സഹാരായി പോയി. ആ നല്ല സ്ത്രീക്ക് ഒരു ആപത്തും ഉണ്ടാവാതിരിക്കട്ടെ. തമലും കഴിച്ചോ? വിശക്കുന്നുണ്ടോ? ഒന്നും വേണ്ട വിശാൽ. എല്ലാം അവസാനിക്കാറായിരിക്കുമ്പോ ഇനി എന്ത് വിശപ്പ്. യമുനെ, എന്താ ഇങ്ങനെ? ഒന്നും അവസാനിക്കുന്നില്ല, ഞാനല്ലേ പറയുന്നത്? യെസ്, ഒന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് ഡാനിയൽ അല്ല, ഈശ്വരനാ. ധൈര്യം ഇരിക്കെ. ഞാൻ പുറത്തുപോയി തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരാം. ഡാനിയലേ, ഞാൻ പോവാ. പക്ഷെ അവളെ ഒന്നും ചെയ്യല്ലേ. അവള് പാവ. അവളെ വിട്ടേക്ക്. അവള് ഈശോയെ, ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആമേൻ. അതെ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നാ മതിയോ? നേരം വെളുക്കാൻ ഇനിയും കുറെ നേരമുണ്ട്. യമന ഉറങ്ങിക്കോളൂ. ഉറക്കം വരില്ല വിശാൽ. കണ്ണടച്ചാലും മുമ്പിൽ ആ രംഗം തെളിഞ്ഞു വരും. എന്റെ പാവ അന്നാമ്മ ചേട്ടത്തിയെ അയാള്. മനസ്സ് ആ ഒരൊറ്റ ബിന്ദുവിൽ തന്നെ ഊന്നി നിർത്താതെ വേറെന്തെങ്കിലും ആലോചിച്ചൂടെ? നമ്മുടെ പിടിയിലല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ഉള്ള മനസാന്നിധ്യം കൂടി ഇല്ലാണ്ടാവും. കുറച്ചെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കേ. വാലടച്ചോളൂ, ഞാൻ പുറത്തിരിക്കാം. അയ്യോ പോലെ. വിശാൽ അടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ച് മരിച്ചു പോവും. അപ്പൊ ഉറങ്ങുന്നില്ലേ? എനിക്ക് വിശാൽ ഇവിടെ ഇരിക്ക്. എന്നെ ഒറ്റയ്ക്കാക്കിട്ടെങ്കും പോവല്ലേ. ഇല്ല, എങ്ങും പോവില്ല.